ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. എന്നെ നെഞ്ചോട് ചേർക്കുന്നോരേശുവുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ഗോഡ് ഹൂ മെൽറ്റ്സ് വെൻ ടിയേഴ്സ് ആർ ഷെഡ്. കണ്ണുനീർ തൂകുമ്പോൾ കരളലിയുന്ന ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 verse 7. And the Lord said, I have surely seen the affliction of my people which are in Egypt, and have heard their cry by reason of their taskmasters, for I know their sorrows. കർത്താവ് അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടുന്നാണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതി തന്നത്. പരിശുദ്ധാത്മാവ് ദൈവമേ, ഈ തിരുവചനം ഞങ്ങൾക്കായി പഠിപ്പിച്ചു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കണ്ണുനീർ തൂകുമ്പോൾ കരളലിയുന്ന ദൈവം. കണ്ണുനീരിനെ മറികടന്ന് പോകുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുകയില്ല. മിസ്രൈമിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനം വളരെയേറെ കഷ്ടപ്പാടുകളും വേദനകളും കൊണ്ട് പൊറുതിമുട്ടി. അവർ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. കർത്താവ് അവരെ രക്ഷിപ്പാനായി തിരഞ്ഞെടുത്ത മോശയോട് ഇങ്ങനെ പറഞ്ഞു. ആ തിരുവചന ഭാഗമാണ് കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കർത്താവ് മോശ വഴി അവരെ വഴി നടത്തി കാനാനിൽ എത്തിച്ചു. യഹൂദ വംശത്തിൽ പിറന്ന യാബേസിന് അമ്മ നൽകിയ പേരാണ് വ്യസനപുത്രൻ. യാബേസ് എന്ന വാക്കിനർത്ഥം ദുഃഖമുണ്ടാക്കുന്നവൻ എന്നാണ്. വ്യസനത്തോടെ അമ്മ പ്രസവിച്ചതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു പേര് വീണത്. അതിനാൽ യാബേസ് ദൈവത്തോട് വ്യസനത്തോടെ പ്രാർത്ഥിച്ചു. ദൈവം അവൻ്റെ അതിരുകളെ വിശാലമാക്കി. ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളുള്ള വ്യക്തികൾ കണ്ടേക്കാം. എന്നാൽ സകല കുറവുകളെയും നികത്തി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. സാറായുടെ വാക്ക് നിമിത്തം അബ്രഹാം മിസ്രൈമ്യ ദാസി ഹാഗാറിനെയും കുഞ്ഞിനെയും ബത്ശേബ മരുഭൂമിയിൽ
അപ്പവും ഒരു തുരുത്തി വെള്ളവുമായി ഉപേക്ഷിച്ചു. തുരുത്തിയിലെ വെള്ളം കഴിഞ്ഞു. അവൾ കുട്ടിയെ മരണം കാണേണ്ട എന്ന് പറഞ്ഞ് ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു. ബാലൻ കരഞ്ഞു, അവളും കരഞ്ഞു. കർത്താവ് ആദ്യം ബാലന്റെ നിലവിളി കേട്ടു. മരുഭൂമിയിൽ നീരുറവ തുറന്നു. അവരെ ദൈവം വലിയൊരു ജാതിയാക്കി. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് യേശുവിനെ പിന്തുടർന്നു വന്ന 2 കുരുടന്മാരുടെ കണ്ണിനെ യേശു തൊട്ട് സൗഖ്യമാക്കി. ബർത്തിമായി എന്ന കുരുടന്റെയും നിലവിളി കർത്താവ് കേട്ടു. അവൻ കാഴ്ച പ്രാപിച്ചു. അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന കുഷ്ഠരോഗിയെ നമ്മുടെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. യേശുവിന്റെ പുറകെ നിലവിളിച്ചു വന്ന സകലരുടെയും നിലവിളി കാരുണ്യവാനായ ദൈവം കേട്ട് ഉത്തരമരുളി. മറ്റൊരു സംഭവം നാം കാണുന്നത്, മാർത്ത മറിയം സഹോദരന്മാരുടെ സഹോദരനായ ലാസർ മരിച്ചുപോയി. മരിച്ചിട്ട് 4 ദിവസമായി. മരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല. യേശു വന്നപ്പോൾ അവർ ലാസർ മരിച്ച വിവരം പറഞ്ഞു. യേശു ഉണ്ടായിരുന്നുവെങ്കിൽ സഹോദരൻ ലാസർ മരിക്കില്ലായിരുന്നു എന്ന് മറിയ യേശുവിനോട് പറഞ്ഞു, കരഞ്ഞു പറഞ്ഞു. അവൾ കരയുന്നതും കൂടെ വന്ന യഹൂദന്മാരും കരയുന്നതും കണ്ടപ്പോൾ യേശു പോലും കണ്ണുനീർ വാർത്തു. അവരുടെ കണ്ണുനീരിനെ യേശുവിന് മറികടന്നു പോകുവാൻ സാധിച്ചില്ല. യേശു ലാസറിന്റെ ശവക്കല്ലറയിൽ എത്തി മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എത്രയും വലുതായിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരഞ്ഞാൽ ദൈവം അതിനൊരു പരിഹാരം തരിക തന്നെ ചെയ്യും. പരീശന്മാരിൽ ഒരുത്തന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ പാപിനിയായ സ്ത്രീ ഒരു വെൺകൽ ഭരണിയിൽ പരിമള തൈലവുമായി കടന്നു വന്നു. ആത്മാവിലെ പാപഭാരം അവൾ കണ്ണീരിനാൽ അലിയിച്ചു. യേശുവിന്റെ പാദത്തിന്മേൽ മുഖം അമർത്തി ചുടുകണ്ണുനീർ ഒഴുക്കിക്കൊണ്ടേയിരുന്നു. അവിടെ കൂടിയിരുന്നവർക്ക് അവളോട് വെറുപ്പുണ്ടായി. എന്നാൽ ആ കണ്ണുനീരിന്റെ മുൻപിൽ യേശുവിന്റെ ഹൃദയം നുറുങ്ങി. അതിനാൽ അവളുടെ അനേകമായ പാപങ്ങൾ യേശു അവൾക്ക് മോചിച്ചു കൊടുത്തു. നമ്മൾ ചെയ്യേണ്ടത്, ഈ ഭൂമിയിൽ ആരുടെ മുൻപിലും കരഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. താഴ്മയുടെ ദൈവസന്നിധിയിൽ മാത്രം കരഞ്ഞാൽ ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ ആരും നമ്മുടെ കണ്ണുനീർ കാണണമെന്നില്ലല്ലോ. എന്നാൽ യേശു അത് കാണുന്നു. യേശു അത് കാണുന്നു. ആ കണ്ണീരിനെ ഒപ്പിയെടുക്കുന്നു. കർത്താവ് കണ്ണുനീർ മറികടന്നു പോകത്തില്ല. താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരമേറിയ ക്രൂശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ തന്റെ പുറകെ കരഞ്ഞുകൊണ്ട് വരുന്ന സ്ത്രീകളെ യേശു ആശ്വസിപ്പിക്കുവാൻ മറന്നില്ലല്ലോ. ക്രൂശിൽ പ്രാണവേദനയിൽ കിടക്കുമ്പോൾ താഴെ ഉരുകി നിൽക്കുന്ന അമ്മയെ മറന്നില്ല. ആത്മാവിന്റെ രക്ഷയ്ക്കായി അപേക്ഷിച്ച കള്ളനെയും യേശു മറന്നില്ലല്ലോ. യേശു നമ്മെയും മറക്കുന്നവനല്ല. നമ്മുടെ ഓരോരുത്തരുടെയും പേർ കർത്താവിന്റെ ഉള്ളം കരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നമ്മുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണം യേശു അറിയുന്നു. അതിനാൽ ഒന്നും ഭയപ്പെടേണ്ട. ഇമ്മാനുവേലായ ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട്. വെളിപ്പാട് പുസ്തകം 21:3-5 വരെയുള്ള വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. വളരെ പ്രത്യാശ തരുന്ന ഈ തിരുവചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ കർത്താവിനെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്നേഹവാനായ കർത്താവേ, നിന്റെ മക്കളായി ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധ തെരഞ്ഞെടുപ്പിനായി സ്തോത്രം. ഞങ്ങളുടെ ഉള്ളം അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീർ കാണുന്ന ദൈവമേ, അവയെല്ലാം തക്ക സമയത്ത് തുടച്ചു മാറ്റി ആശ്വാസത്തിന്റെ കരത്താൽ ഞങ്ങളെ താങ്ങുന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ നിന്നതല്ല, അവിടെ ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. വചനത്തിലൂടെ നിന്റെ മക്കളായ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി സ്തോത്രം. ഹൃദയം നുറങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി നിന്റെ സന്നിധിയിലെത്തിയപ്പോൾ
അവരുടെ കണ്ണുനീർ തുടച്ച അപ്പാ, അതേ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരെയും കുടുംബമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വിഷയം പറയുന്നതിന് മുമ്പ് അത് ഇന്നതെന്നറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇത്രത്തോളം ഉള്ളം കയ്യിൽ താങ്ങി ഞങ്ങളെ അവിടുത്തെ മാറോട് ചേർത്ത് വഴി നടത്തുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ബന്ധുമിത്രാദികളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവമേ, അവരുടെ ഹൃദയ നോമ്പരങ്ങളെ, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, പ്രാർത്ഥനാ വിഷയങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ മക്കളെ വഴി നടത്തുന്നതിനായി സ്തോത്രം. അടഞ്ഞ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അവിടുന്ന് സൗഖ്യമാക്കുന്ന കർത്താവാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറോട് ചേർത്ത് ഉള്ളം കയ്യിൽ അവരെ താങ്ങണമേ. ശാരീരികമായിട്ടുള്ള സകല വേദനകളും സഹിക്കുവാനുള്ള ശക്തി അവർക്ക് അവിടുന്ന് നൽകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, കടഭാരം മാറട്ടെ. നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കുമെന്ന് ആ തിരുവചനം ഏറ്റെടുത്തുകൊണ്ട് കടഭാരത്താൽ ഹൃദയം നുറുങ്ങിയിട്ടുള്ളവരെ വേണ്ടി സമർപ്പിക്കുന്നു. അവിടുന്ന് അവരെ ആശ്വസിപ്പിച്ച് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള വഴികളെ അവിടുന്ന് തുറന്നിരിക്കയാൽ സ്തോത്രം. അടഞ്ഞ വാതിലുകൾ എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരുന്നതിനായി സ്തോത്രം. പ്രത്യാശയോടെ കർത്താവെ, കാലുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള ധൈര്യം മക്കൾക്ക് നൽകുന്നതിനായി നന്ദി പറയുന്നപ്പാ. ഒരിക്കൽ കൂടി കർത്താവെ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കണ്ണാലെ കാണുന്നോർ കണ്ടില്ലെന്നാകിലും, കാണുന്നോരേശുവൻ കൂടെയുണ്ട്. എന്നെ കാണുന്നോരേശുവൻ കൂടെയുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുവുണ്ട്.